നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹോർമൂസ് കടലിടുക്ക് നമുക്കറിയാം, യുദ്ധസമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു വിഷയമാണ്. ആ കടലിടുക്കിൽ നിർണായകമായിട്ടുള്ള ചില നിലപാടുകൾ, തീരുമാനങ്ങൾ ഇറാൻ എടുക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. തന്ത്രപ്രധാനമായിട്ടുള്ള ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന കപ്പലുകളിൽ നിന്ന് പുതിയ സേവന നിരക്കുകൾ ഈടാക്കാൻ ഇറാൻ പദ്ധതിയിടുന്നതായിട്ടാണ് ഇപ്പോൾ ചൈനയിലെ ഇറാൻ അംബാസഡർ അബ്ദുൾ റേസ റഹ്മാനി ഫസ്ലി അറിയിക്കുന്നത്. അതേസമയം അടുത്തിടെ ഉണ്ടായ യുദ്ധത്തിൽ ഇറാന് പിന്തുണ നൽകിയ രാജ്യങ്ങൾക്ക് നിരക്കുകളിൽ പ്രത്യേക ഇളവുകൾ നൽകുമെന്നുമാണ് സൂചന. ബീജിംഗിൽ നടന്ന വേൾഡ് പീസ് ഫോറത്തിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇത്തരത്തിലൊരു കാര്യം അറിയിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിലൂടെ കപ്പൽ ഗതാഗതം നിയന്ത്രിക്കുന്നതിനായി ഒമാനുമായി ചേർന്ന് പുതിയ സംവിധാനങ്ങൾ ഒരുക്കാൻ ഇറാൻ ചർച്ചകൾ നടത്തിവരികയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഹോർമൂസ് കടലിടുക്ക് ഉപയോഗിക്കുന്നതിന് കപ്പലുകളിൽ നിന്ന് ഇറാൻ നിരക്ക് ഈടാക്കുന്നതിനെ അമേരിക്ക ശക്തമായി എതിർത്തതിനിടയിലാണ് ഇറാന്റെ പുതിയ പ്രഖ്യാപനം. അടുത്തിടെ നടന്ന ഇറാൻ അമേരിക്ക യുദ്ധം അവസാനിപ്പിക്കാൻ സഹായിച്ച പ്രാഥമിക കരാർ പ്രകാരം 60 ദിവസത്തേക്ക് ചരക്ക് കപ്പലുകൾക്ക് ഹോർമൂസ് കടലിടുക്കിലൂടെ സൗജന്യമായിട്ട് കടന്നുപോകാൻ അനുമതിയുണ്ടാകും. എന്നാൽ ഈ താൽക്കാലിക കാലാവധി അവസാനിച്ചതിനു ശേഷം പകരം ഏത് തരത്തിലുള്ള സംവിധാനമാണ് നിലവിൽ വരിക എന്നത് ഇതുവരെ വ്യക്തമായിട്ടുണ്ടായിരുന്നില്ല. ഹോർമൂസ് കടലിടുക്ക് തങ്ങളുടെ പ്രാദേശിക ജലതീരത്തിന്റെ ഭാഗമായതിനാൽ സേവന നിരക്കുകൾ തീർച്ചയായും ഈടാക്കുമെന്ന് വ്യക്തമാക്കിയ ഫസ്ലി, എന്നാൽ ഇത് ഒരു ടോളായി കാണരുത് എന്നും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ലോകത്തിലെ അസംസ്കൃത എണ്ണകളുടെയും പ്രകൃതി വാതകത്തിന്റെയും കയറ്റുമതിയിലൂടെ 1/5 കടന്നു പോകുന്നത് ഹോർമൂസ് കടലിടുക്ക് വഴിയായതുകൊണ്ട് ഇത്തരമൊരു തീരുമാനം വളരെ നിർണായകം തന്നെയാണ്. കഴിഞ്ഞ മധ്യപൂർവേഷ്യൻ സംഘർഷത്തിനിടയിൽ ഇറാൻ ഈ പാത പൂർണ്ണമായും തടസ്സപ്പെടുത്തിയത് ആഗോളതലത്തിൽ ഊർജ്ജവില കുതിച്ചുയരാൻ കാരണമായിരുന്നു. യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയുമായി പ്രാഥമിക കരാറിലെത്തിയ ശേഷമാണ് ഇറാൻ ഈ തന്ത്രപ്രധാനമായിട്ടുള്ള ജലപാത വീണ്ടും തുറന്നു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം ഏറ്റുമുട്ടലിന് അവധി കൊടുത്ത US-ഉം ഇറാനും സമാധാന ചർച്ചകളിലേക്ക് കടന്നതോടെ എത്ര രൂപ യുദ്ധത്തിന് ചെലവായി എന്നതിനെ കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയെ. സാമ്പത്തിക സ്ഥാപനമായ മൂഡീസിന്റെ കണക്ക് പ്രകാരം ഇറാൻ യുദ്ധത്തിന് അമേരിക്കയ്ക്ക് ചെലവാക്കിയത് ഇറാന്റെ യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് ചെലവായത് ഏകദേശം 13,200 കോടി ഡോളറാണ്. നിലവിലെ ഡോളറിന്റെ വിനിമയ നിരക്കനുസരിച്ച് 12.60 ലക്ഷം കോടി രൂപ. കേരളത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനം 14.23 കോടി രൂപയാണെന്ന് ഓർക്കുന്ന സമയത്താണ് ഈ പറയുന്ന കണക്കുകൾ നമ്മൾ കേൾക്കുന്നത്. ഓരോ അമേരിക്കൻ കുടുംബത്തിനും ഒരു യുദ്ധം $1,000 ആഘാതമെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടെന്നാണ് മൂഡീസിലെ സാമ്പത്തിക വിദഗ്ധർ ഇപ്പോൾ രേഖപ്പെടുത്തുന്നത്. ആകെ ചെലവായതിൽ $113 കോടി. ഫെബ്രുവരി 28 മുതൽ സമാധാന കരാർ ഒപ്പിടുന്ന ജൂൺ 16 വരെയുള്ള സൈനിക ചെലവുകളെന്നും ഇറാൻ കോസ്റ്റ് ട്രാക്കർ എന്ന വെബ്സൈറ്റിൽ കണക്കുകൾ രേഖപ്പെടുത്തുന്നു. വിലക്കയറ്റത്തിന്റെ ആഘാതവും സൈനിക ശേഷി പുനർനിർണയത്തിനുമായിട്ട് ചെലവാക്കേണ്ടുന്ന തുക കൂടി പരിഗണിക്കുകയാണെങ്കിൽ ഈ കണക്ക് ഇനിയും ഉയരാനാണ് സാധ്യത. ഇറാൻ ഏകദേശം 30,000 കോടി രൂപയോളം 30,000 കോടി ഡോളറോളം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വിവരങ്ങൾ. യുദ്ധത്തിൽ തകർന്ന ഇറാന് പുനർനിർമ്മാണത്തിനായി ഏകദേശം 30,000 കോടി എങ്കിലും വേണ്ടിവരുമെന്നാണ് കണക്കുകൂട്ടൽ. പണപ്പെരുപ്പവും വിലക്കയറ്റവും കൊണ്ടും പൊറുതിമുട്ടിയിട്ടുള്ള ഇറാന് എണ്ണ വിൽപ്പനയിലൂടെ കൂടുതൽ വരുമാനം നേടാൻ പറ്റുമെങ്കിലും ഈ ചെലവ് എങ്ങനെ കണ്ടെത്തുമെന്നത് നിർണായകം തന്നെയാണ്. ഇതിന് പരിഹാരം കാണാൻ ഇപ്പോഴത്തെ സമാധാന കരാറിന്റെ കാലാവധി അവസാനിപ്പിച്ചാൽ ഹോർമൂസിലൂടെ പോകുന്ന കപ്പലുകളിൽ നിന്ന് ഇറാൻ ടോൾ പിരിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് വിലയിരുത്തുന്നത്. ഇത് US അംഗീകരിക്കാൻ ഇടയില്ല എങ്കിലും അങ്ങനെയെങ്കിലും മേഖലയിലെ സംഘർഷാവസ്ഥ തുടരാൻ സാധ്യതയുണ്ടാകാനുള്ള അവസ്ഥയുമാണ് എന്നും നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. യുദ്ധത്തിൽ നേരിട്ട് ബന്ധമില്ലാത്ത ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള സാമ്പത്തിക ആഘാതം ഈ കണക്കുകളിൽ എവിടെയും പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. അതേസമയം വിപണിയിൽ വലിയ ഹാട്രിക് നേട്ടമാണ് ഈ ഒരു യുദ്ധസമയത്ത് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. തുടർച്ചയായിട്ടുള്ള 3-ാം ദിവസവും ഇന്ത്യൻ ഓഹരി വിപണിയിൽ നേട്ടത്തിന്റെ ക്ലോസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. സെൻസെക്സ് 261.79 പോയിന്റിന് നേട്ടത്തിൽ 77,000
763.91 നിഫ്റ്റി 95.15 പോയിന്റ് ഉയർന്ന 24,270.85 ക്ലോസ് ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ. IT ഫാർമ ഓഹരികളാണ് മുന്നേറ്റത്തിൽ ചുക്കാൻ പിടിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 3 ദിവസത്തിനിടെ സെൻസെക്സും നിഫ്റ്റിയും 1.7% വീതം ഉയർന്നിരിക്കുകയാണ്. ഒരാഴ്ചത്തെ വ്യാപാരം പരിശോധിച്ചാൽ ഇരു സൂചികകളും 1% വീതം നേട്ടത്തിലാണെന്നാണ് വിലയിരുത്തൽ. തുടർച്ചയായ 4ാം ആഴ്ചയാണ് ഇന്ത്യൻ വിപണിയിൽ ഈ ലാഭത്തിൽ നിർത്തുന്നത്. അതോടൊപ്പം തന്നെ സെൻസെക്സിൽ HCL ടെക് ഏറ്റവും അധികം നേട്ടമുണ്ടാക്കിയ ഓഹരിയായി മാറിയിരിക്കുന്നു. യൂറോപ്യൻ കമ്പനിയുമായി $1,114 കോടി കരാറിലെത്തിയത് HCLന് നേട്ടമുണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ. ടെക് മഹീന്ദ്ര, ഭാരതി എയർടെൽ, സൺഫാർമ, ബജാജ് ഫിൻസെർമെന്റ്, അൾട്രാടെക് സിമന്റ്, ടാറ്റ സ്റ്റീൽ, ബജാജ് ഫിനാൻസ്, TCS, ICICI ബാങ്ക് എന്നിവയും മുന്നേറിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം ആക്സിസ് ബാങ്ക്, SBI, മഹീന്ദ്ര തുടങ്ങിയിട്ടുള്ളവ നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ രാജ്യാന്തര വിപണിയിൽ നിന്നുള്ള സൂചനകൾ നോക്കുകയാണെങ്കിൽ പോസിറ്റീവായിട്ടും US ഫെഡ് റിസർവ് പലിശ നിരക്കിൽ വലിയ വർധന വരുത്തി എന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് വിപണിയെ മുന്നോട്ട് നയിച്ചിരിക്കുന്നതെന്നൊക്കെയാണ് വിലയിരുത്തൽ. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ജൂണിലെ തൊഴിൽ കണക്കുകളും ക്രൂഡ് ഓയിൽ വിലയുമൊക്കെയാണ് ഇക്കൊല്ലം ഫെഡ് നിരക്കിൽ കാര്യമായ വർധനയുണ്ടാക്കിയിട്ടില്ല എന്നുള്ള വർധനയുണ്ടാക്കില്ലെന്നുള്ള പ്രതീക്ഷ സജീവമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സ്വർണത്തിന്റെ വിലയാണെങ്കിലും വർദ്ധിക്കുന്ന ഒരു സാഹചര്യം, അതുപോലെ തന്നെ വളരെ പ്രതീക്ഷയോടെയാണ് ഈ ഒരു സമയത്ത് ഇപ്പോൾ യുദ്ധം അവസാനിക്കാമെന്നോ അല്ലെങ്കിൽ സമാധാനമായിട്ടുള്ള സമയത്തിൽ ഇപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഇതിനിടയിൽ ഇപ്പോൾ പുതിയ ടോൾ കൊണ്ടുവരുമെന്നുള്ള ഇറാന്റെ തീരുമാനം അത് ഏത് തരത്തിൽ രാജ്യത്തെ മറ്റു രാജ്യങ്ങളെ ബാധിക്കും എന്നുള്ളത് ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുകയാണ്.